ഹായ്, നിങ്ങൾക്കറിയോ എന്താണെന്ന് നേപ്പാളിൽ ഇപ്പോൾ ജെൻസി പ്രക്ഷോഭം നടന്നു കഴിഞ്ഞു. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് അറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇനി ഭാവിയിൽ അത് നമുക്ക് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളത് നമ്മളിപ്പോഴേ അറിഞ്ഞു വെക്കണം. മനസ്സിലായ? അപ്പം ആ ഒരു വിഷയമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണത്. നേപ്പാളിലത്തെ വിഷയം ഇപ്പോഴും അറിയാത്ത കുറേ ആളുകളുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. അതെന്താണെന്ന് ഞാൻ ചെറിയൊരു ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാവരും നേപ്പാളിൽ ബാൻ ചെയ്ത്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാം വിടും, ഫേസ്ബുക്ക് വിടും, ഓൾമോസ്റ്റ് അതൊക്കെയാണ്. കാരണം ആ രണ്ട് സാധനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിന്ന് പോയാൽ എന്തു ചെയ്യും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കണ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം. ശരിയല്ലേ? നിങ്ങൾ ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ പ്രൊഫഷനിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ടുള്ളതിനെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം എന്ന് പറയണത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇൻസ്റ്റഗ്രാം പെട്ടെന്ന് ഒരു ദിവസം നിർത്തിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതായത് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ളൊരു ഇതാണെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഏത്? ഞാനിപ്പോൾ ആ ഒരു ഫീൽഡും കൂടി ചേർത്തിട്ടാണ് എൻ്റെ ബിസിനസ് മുന്നോട്ട് നീക്കുന്നത്. അതുപോലെ അഡ്വർടൈസിങ് ഏജൻസികൾ, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ്സുകൾ, ഇല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ഇപ്പോൾ ബിസിനസ് നടക്കുന്ന എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളും സോഷ്യൽ മീഡിയ ആയിട്ട് കണക്റ്റഡാണ്. അതായത് നമ്മളുടെ ഡാറ്റാസ് മുഴുവനും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഉണ്ട്. അത് നിർത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നേപ്പാളിൽ ഇത്രയും അധികം പ്രശ്നങ്ങളും. അത് യങ്സ്റ്റേഴ്സാണ്, മൊത്തം യങ്സ്റ്റേഴ്സാണ്. അതായത് യങ്സ്റ്റേഴ്സിന് മതി, യങ്സ്റ്റേഴ്സിനാണ് ആവശ്യം. ഏത്? സോഷ്യൽ മീഡിയ, ആ പ്ലാറ്റ്ഫോം. അതായത് ഇപ്പോൾ ജോലി എടുക്കണതായാലും ഇപ്പം ഞാൻ നേരെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ബുട്ടിക്ക് ഉടമ, ആള് സ്വന്തമായിട്ടൊരു ബുട്ടിക്ക് തുടങ്ങിയിട്ട് മാത്രം കാര്യമില്ല. ഇപ്പം സോഷ്യൽ മീഡിയയിലിട്ട് അത് എന്താ പറയുക, അതിനെ പരസ്യം ചെയ്ത് മറ്റുള്ളവരെ കാണിക്കണം. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കേബിളിലും പല പല ചാനലുകളിലും ഇട്ടിട്ട് പരസ്യം ഇടുമായിരുന്നു, തിയേറ്ററിൽ ഇടുമായിരുന്നു പരസ്യം. പിന്നെ നമ്മുടെ റോഡ് സൈഡുകളിൽ ബിൽ ബോർഡ്സുകൾ ഉണ്ടാവും, അത് കണ്ട് അങ്ങനെ പിന്നെ കേട്ടറിഞ്ഞ് ചിലവർക്ക് നമ്മൾ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ നമ്മളുടെ ബുട്ടിക്കിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ട് അത് കണ്ട് മറ്റുള്ളവർ ചോദിച്ചു വന്ന് അങ്ങനെയും കൂടി ഉണ്ടായിരുന്നു. ഇപ്പം അതില്ലെന്നല്ല പറയുന്നത്, ഉണ്ട്, കുറവാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ബിസിനസ്സുകൾ കുറേ അധികം കൂടി. പക്ഷേ അമേരിക്കയിൽ നിന്ന് വന്നൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അത് നിർത്താം. അപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വെച്ചിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സെക്കൻഡറി ആയിട്ടൊരു ബിസിനസ്സിൻ്റെ ഒരു കണക്ഷനും കൂടി ആളിട്ട് വെച്ചേക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഭാവിയിലൊരു നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് മാറും, ഉറപ്പാണ്. അതാണ് നമ്മുടെ നേപ്പാളിലൊക്കെ സംഭവിച്ചേക്കണത്. അതുപോലെ ഇന്ത്യക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറരുത്. അതിനുവേണ്ടി എന്ത് ചെയ്യുക? നേരത്തെ തന്നെ ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിന് സജഷനായിട്ട് നമ്മൾ കൂടെ അതിൻ്റെ സെയിൽസ് നമുക്ക് കൊണ്ടുനടക്കാൻ ശ്രമിക്കുക. ഏത് ബിസിനസ്സും ആയിക്കോട്ടെ, സെയിൽസ് എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മുടെ സ്റ്റാഫായിട്ടോ അല്ലെങ്കിൽ MD തന്നെ മറ്റുള്ളവരോട് പറഞ്ഞും പിടിച്ചും അതൊരു ബിസിനസ് എന്നുള്ള രീതിക്ക് കൊണ്ടു നടന്നാൽ മാത്രമേ ആ ബിസിനസ് 100% ആയിട്ട് വിജയിക്കുകയുള്ളൂ. ചിന്തിച്ചു വെച്ചേക്കുക, ഉറപ്പുള്ള കാര്യമാണ്. അതിപ്പോൾ ചൈനയൊക്കെ നമ്മളുടെ കൂട്ടുകൂടി കണക്ഷനായപ്പോൾ ടിക്ടോക്കൊക്കെ തിരിച്ചു വരാൻ പോവുകയാണ്. പക്ഷേ ടിക്ടോക്കിലൊന്നും അത്രയധികം ബിസിനസ് നടന്നിട്ടില്ല നമ്മുടെ ഇവിടെ ഉള്ള പോലെ. ഡബ് മാഷ് പോലുള്ള റീൽസ് പരിപാടികളാണ് അതിൽ കൂടുതൽ നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് അത് വിരമിച്ച്, അതായത് അത് നമ്മളുടെ ഇവിടുന്ന് ബാൻ ചെയ്തെന്ന് അറിഞ്ഞപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ കടന്നുകയറ്റം വന്നത്. ശരിക്കും നമ്മളുടെ ഈ
ഭൂമിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ. അത് വന്നോടുകൂടി അതിലായി മൊത്തം ആൾക്കാർ. ഇന്ന് വരെ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല, അതിൽ കാശ് ചിലവാക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. മനുഷ്യൻ്റെ സമയം കളയണ ഏറ്റവും വലിയ വിപത്താണ് ഇൻസ്റ്റഗ്രാം. ചിന്തിച്ചു വെച്ചോ. ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും അത് യൂസ് ചെയ്യണവർക്ക് കാശ് കിട്ടുന്നുണ്ട്, ചിലവരത് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായ? അത് ഉപയോഗിക്കാത്ത ആൾക്കാരും ഉണ്ട്, ഇല്ലെന്നല്ല. ഉപയോഗിക്കണവരും ഉണ്ട്, ഉപയോഗിക്കാത്തവരും ഉണ്ട്. അത് ഉപയോഗിച്ച് അതിൽ വരുമാനം കണ്ട് അതിൽ ജീവിക്കണവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു നേരത്തെ ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഞാൻ ഫോട്ടോഗ്രാഫറാണ്, അഡ്വർടൈസിങ് കാര്യങ്ങൾ ചെയ്യണതാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു പെട്ടെന്ന് ഒരു ദിവസം നിന്നോയി എന്ത് ചെയ്യും? ഒരു കുഴപ്പമില്ല. ഏത് ബിസിനസ് ആയാലും അത് സിമ്പിളായിട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. കാരണം ഈ സാധനമൊന്നും ഇല്ലാത്തപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്തിരുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിരുന്നു. നല്ല അറിവിന് വേണ്ടി മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും, നമുക്ക് ഈ പഠിക്കാൻ പോകാൻ സമയമില്ല, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ എടുക്കാൻ സമയമില്ല. അതിനുവേണ്ടി നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് നോക്കിയേ. ഓൺലൈൻ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടി നിങ്ങളിത് ഉപയോഗിച്ച് നോക്കിയേ. ലൈഫിലെ ഏറ്റവും വലിയ സക്സസ് നിങ്ങളായിരിക്കുള്ളൂ. നമ്മൾ കളയുന്ന ഓരോ സമയമുണ്ട് മൊബൈൽ എടുത്തിട്ട് സ്ക്രോൾ ചെയ്യുന്നത്, അത് നിങ്ങൾ നിർത്തുകയെന്ന്. ആ ഒരു സാധനം നിർത്തിയാൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ബുക്ക് വായനയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടും. വായനാശീലം, അതായത് കണ്ണ് നമ്മൾ ബുക്കിലോട്ടാണ് ശരിക്കും നോക്കേണ്ടത്, മൊബൈലിൽ സ്ക്രീനിലോട്ടല്ല. കണ്ണിൻ്റെ കാഴ്ച ശക്തിക്കൊക്കെ പ്രശ്നങ്ങൾ വരും, കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒറ്റ കാര്യം, അത് ഞാൻ ചെയ്തു തുടങ്ങി. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിങ്ങൾ ഓൺലൈൻ മീഡിയം വഴി മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം നിന്നുപോയി, എന്തു ചെയ്യും? നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കും. പക്ഷേ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു നോക്കിയേ. സ്വന്തം ബിസിനസ് ഒരു നല്ലൊരു വളർച്ചയിലോ നല്ലൊരു സ്റ്റാർട്ടപ്പിലോ തുടങ്ങി വെച്ചേക്കണ ഒരു വ്യക്തിയാണെങ്കിൽ ആൾ എവിടെയെങ്കിലും ഒരു പരസ്യം കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ തിയേറ്ററുകളുണ്ട്, ലോട്ട് ഓഫ് തിയേറ്ററുകളുണ്ട്, ഈ കേരളത്തിലായാലും ഇന്ത്യയിലായാലും. എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ സ്വന്തം ബിസിനസ് പരസ്യം കൊടുക്കാം, ശരിയല്ലേ? ബിൽ ബോർഡ്സ് ഉണ്ട്, അത്യാവശ്യം ക്രൗഡഡ് ഏരിയാസ് പോകുന്ന വലിയ വലിയ ബിൽ ബോർഡ്സ് ഏരിയാസ് ഉണ്ട്. എയർപോർട്ട് ഏരിയ, അല്ലെങ്കിൽ പല സിറ്റി ഏരിയ, പല ഏരിയാസ് ഉണ്ട്. എന്തുകൊണ്ട് നിങ്ങളുടെ കമ്പനിക്ക് നിങ്ങൾക്ക് ഒരു മാസത്തേക്കൊക്കെ, ഒരു കൊല്ലത്തിൽ ഒരു മാസം അതിനുവേണ്ടി ഒരു എമൗണ്ട് ചിലവാക്കിക്കൂടാ? ഈ ഇൻസ്റ്റഗ്രാമിൽ കളയണ കുറേ കാശുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ ബിസിനസ് കിട്ടും. ഹാപ്പി ആയിട്ട് ജീവിക്കുക, ഒരു കുഴപ്പമില്ലാതെ ബ്രാൻഡഡായിട്ട് ജീവിക്കുക. നമ്മുടെ ആ ബ്രാൻഡ് ഒരിക്കലും ഒരു മോശം ബ്രാൻഡല്ല. നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയൊരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അത് ഭൂമിയിൽ വേറെ ആയിരിക്കും ചിലപ്പോൾ തുടങ്ങാൻ പറ്റാത്തൊരു സ്റ്റാർട്ടപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ആയിരിക്കും. അത് നമ്മളുടെ യുണീക്നെസ് ആണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ട് കോപ്പി അടിച്ചിട്ടാണെങ്കിൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞത്, ശ്രമിക്കുക. ജപ്പാനിലത്തെ ചൈനയിലത്തേക്ക് ആൾക്കാർ ഇപ്പം നമ്മളുടെ അരിയത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇല്ലെങ്കിലും നമുക്ക് പല ബിസിനസ്സും ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റണം എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ മനസ്സിൽ വേണം, നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാനും അതിനെക്കുറിച്ചൊരു പൊരുത്തപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോൾ നിങ്ങളും അത് ശ്രമിക്കും എന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. നേപ്പാളിലത്തെ പ്രശ്നങ്ങൾ, ആ പ്രൊട്ടസ്റ്റുകൾ നമുക്ക് എടുക്കാം. ഈ കേരളത്തിൽ ജീവിക്കണം, നമുക്ക് എടുക്കാം. ഇപ്പോഴത്തെ സർക്കാരിനെതിരെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കാരണം സർക്കാർ തരാത്ത കുറേ കാര്യങ്ങൾ വേണമെങ്കിൽ ഇതുപോലത്തെ പ്രൊട്ടസ്റ്റുകൾ നമ്മൾ യങ്സ്റ്റേഴ്സോ അല്ലെങ്കിൽ ആവശ്യമുള്ളവരോ വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാം. പക്ഷേ നമ്മളുടെ ഈ കേരളത്തിലെ മനുഷ്യന്മാർക്കായിരിക്കും സമയമില്ല. സമയം എവിടെ പോയി? എല്ലാവരും കടം കൊടുത്ത് ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ആ കടം വീട്ടാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണേണ്. അപ്പം എന്തു ചെയ്യും? ആർക്കും സമയമില്ല. വീട്ടുകാരോട് ഒരു
നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് വെക്കാൻ സമയമില്ല, അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ സ്നേഹിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ അവരവരുടെ ആവശ്യങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ സമയമില്ല. ഇതാണ് പ്രശ്നം. ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്ട്രെസ്സാണ് എല്ലാവർക്കും. പണ്ടുള്ളവർക്കൊന്നും സ്ട്രെസ്സ് പോലും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എല്ലാ ദിവസവും പത്രം എടുത്ത് എല്ലാ ദിവസവും ഒരു ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്ട്രെസ് അടിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് പലതും വന്ന് മരിക്കുന്ന ആൾക്കാരുടെ കഥകൾ നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടാവും ചിലപ്പോൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും ചിരിച്ചിരിക്കാൻ ശ്രമിക്കുക, സന്തോഷവാന്മാരായിട്ടിരിക്കാൻ ശ്രമിക്കുക. അതിനെന്ത് വേണം? സമാധാനമായിട്ടുള്ള ജോലികൾ ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായ? എല്ലാ ജോലിക്കും എല്ലാവരും വേണം. കുറേ പേർക്ക് വേറെ പല കഴിവുകളും ഉണ്ടെന്ന്. ലോക സിനിമ എല്ലാവരും കണ്ടില്ലേ? കാണാത്തവരൊന്ന് പോയി കാണും. അവരവർക്കൊരു റിയാലിറ്റി വരും, എന്താണ് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ ഓക്കെ, അടുത്തൊരു തോട്ടുമായിട്ട് നവനീത് വരും കേട്ടോ.